ഹലോ, എല്ലാവരും ഹെഡ്സെറ്റ് നിർബന്ധമായിട്ട് വെച്ചിരിക്കണം കേട്ടോ. നല്ലൊരു സാധനം അപ്പം കേൾക്കാൻ പോണത്. എമ്മോ യജാതി കേൾക്കാം. റോയ് ആൽബർട്ട് റോയ്, നിന്റെ അമ്മയുടെ കൊതത്തിനകത്ത് കൊണ്ടുപോയി ഇറാനിൽ നിന്ന് വിട്ട ഒരു മിസൈൽ അവിടെ കിടപ്പുണ്ട്. നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് പോയി കയറ്റി വെയിലേ. ആ സമയം ഉണ്ടെങ്കിൽ ചെറ്റയ്ക്കുണ്ടായതിന് കഴിവേറി ഓണം പെണ്ണും കേട്ടോ ചികണ്ടിക്കുണ്ടായി ഗുണ്ട നാണം ഇല്ലടാ എന്റെ പേജ് വന്ന് കമന്റ് ഇടാനായിട്ട്. റോയ് ആൽബർട്ട് റോയ്, നിന്റെ അമ്മയുടെ കൊതവുമായിട്ട് പോയി കുഞ്ഞില്ലടാ. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. എവിടെയാണെന്നറിയാമോ? ഇതിന്റെ അടുത്ത് ചാവുകടന്റെ അടുത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. വലിയക്കാട്ടൊരു മിസൈല് നിന്റെ അമ്മയുടെ ബോധത്തിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് അതും കൂടെ അടിച്ചുകൊണ്ട് കൊടുക്ക്. ചേറ്റയ്ക്കുണ്ടായിരുന്നു എന്റെ പേജ് കമ്പ്യൂട്ടർ. ചേറ്റയ്ക്ക് നാണമില്ലടാ കഴിവേറിക്കാൻ ഉണ്ടായ മോനെ. കഴിവേറി ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ ഒരു സങ്കടമല്ലേ? അവള് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് കൊഞ്ഞ വർത്താനം പറയാൻ പോയിട്ടല്ലേ? എന്താടാ റോബർട്ടെ, നിനക്ക് ഒന്നൊന്നര സോക്കേടാണ്. കൊച്ചിന്റെ കാര്യം വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് തള്ളി കയറി പോണ കൊതറാണി. അല്ല, ഒരു ചേച്ചി ഒരു സംശയം. ചേച്ചി എപ്പോഴും ഈ കൊതം കീറിയ കാര്യമല്ലേ പറയണത്? അപ്പൊ പിള്ളേരും വന്ന് കൊതത്തിന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ? ചേച്ചി വേറെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ മാറ്റി പറയാൻ പറ്റൂ? ചേച്ചി 24 മണിക്കൂർ മിസൈൽ വരുന്നത് അമ്മയുടെ കോത്തി പോണ്, അല്ലെങ്കിൽ ചേച്ചിയുടെ കോത്തി പോണ്. ഈ കൊതം പരച്ചിലല്ലോ വേറെ എന്താ? എന്റെ കൊതറാണി ചേച്ചി, നിങ്ങൾ എന്നെ നിങ്ങളെ പേജ് നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? കൊടുത്ത് വായിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിന്റെ അമ്മയ്ക്ക് വിഷമമാകും. നാറിക്കുണ്ടായവന്മാരെ സീരിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് വേണ്ടിട്ട് പൊതുത്തില് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് സംസാരിക്കും. നാറിക്കുണ്ടായവന്മാരുടെ സംസാരിക്കുന്നതേ നിന്റെയും നിന്റെ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ആപത്തിനെ കുറിച്ചാണ് പട്ടികളെ സംസാരിക്കുന്നത്. അത് സത്യമാണ്. അതൊരു മുഹമ്മദോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു വിശ്വാസിയാണെങ്കിൽക്കോട്ടെ, റോബർട്ട് വന്നത് പറയേണ്ട കാര്യമുണ്ടോ? റോബർട്ടിന് വേണ്ടിയിട്ടല്ലേ ഈ സംസാരം അത്രയും നടത്തുന്നത് കൊണ്ടാണ് ചേച്ചി. അത് മനസ്സിലാക്കാതെ അവിടെ പോയി കിടന്ന് ബഹളം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? മോശമല്ലേ? മോശത്തിന് നമ്മൾ മോശമെന്ന് തന്നെ പറയണം. അനാവശ്യമായിട്ടാണ് ഒരു കാര്യമില്ലാണ്ട് ചേച്ചിയെ പോയി പ്രൊവോക്ക് ചെയ്തത്. വല്ല കാര്യമുണ്ട്? ചേച്ചിക്കാണ് കൊതോന്ന് എഴുതി കാണിച്ചാൽ അതിവിടെ പ്രശ്നം. ഇതുപോലെ തിരിച്ചറിയാൻ കേവലം കെട്ടവന്മാരാണോ? റോയ് ആൽബർട്ട് റോയ്, ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വരുന്നത്. അപ്പോൾ ചെറ്റേ നിന്റെ അടുത്തൊക്കെ സമാധാനം പറഞ്ഞിരിക്കാൻ പറ്റുമോ? എന്നോടാണോ ഞാൻ സമാധാനം പറഞ്ഞത്? ഞാൻ സമാധാനം പറഞ്ഞു നീ കണ്ടോടാ ചെറ്റേ. നീ കൂടുതൽ സമാധാനം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ നിന്നോട് സമാധാനം വന്ന് സംസാരിച്ചോ? സമാധാനം ഉണ്ടാക്കുന്ന പുറത്തില് വർത്തമാനം പറഞ്ഞു വന്നിരിക്കുന്നത് ചേച്ചി. നീ പട്ടി എന്റെ പേജിൽ നിന്ന് ഗുണ്ടന്മാർക്കുള്ളതാണോ എന്റെ പേജ്? സമാധാനം പറയാൻ വന്നിരുന്നത്. പിന്നെ എനിക്കതാ ജോലി, സമാധാനം പറയുന്നത്. വൃത്തികെട്ടവന്മാര് ചേച്ചി വേറെ മൂടില്ല. നാട് കയറി തീവ്രവാദികൾ തിന്നു തൊലയ്ക്കുന്നത്. തിരിച്ചു ചോദിക്കാനുള്ള ഒരുത്തിനും നട്ടലില്ലാത്ത ഗുണ്ടന്മാരിൽ നിന്ന് എന്റെ പേരിനകത്തിലായി ഡയലോഗ് ഇട്ട് തല്ലിമറിക്കുക. എടാ, നീയൊക്കെ നിന്റെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പീരിനടാ, പറഞ്ഞു പഠിപ്പീര്. മക്കളെ പറഞ്ഞു പഠിപ്പീര്. ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ജീവിക്കട്ടെ സമാധാനത്തോടെ. ജീവിക്കാൻ പറ്റില്ല, സമാധാനം തരില്ല നിങ്ങൾക്ക്. നമ്മന്റെ മതത്തിന്റെ ആൾക്കാരുടെ പേര് കണ്ടാൽ മാത്രം ഉലകം കൊള്ളുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവുമാണ് നിങ്ങൾ. സോഷ്യൽ മീഡിയ കയറി നോക്ക്. മനാഫിക്കയ്ക്ക് ഇതുവരെയ്ക്കും ഇല്ലാത്ത ഒരു പ്രത്യേക സ്നേഹവും ഒരു പേരിൽ മാത്രം തുടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൽ ഇറങ്ങിയിരിക്കുക മനാഫിക്ക. അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവർ പിന്നെ എന്തുവാ ധാരുണ്യ വല്ല അയ്യപ്പനത്തിലായിരുന്നെങ്കിലും ഒരുത്തരും തിരിഞ്ഞു നോക്കാനുണ്ടാകത്തില്ല. നന്മ മരത്തൊക്കെ അങ്ങനെ അലയി വെക്കാൻ വേണ്ടി ഇതാണാ നാട് മൂളകളെ. ഒരുത്തന്റെ പേര് നോക്കി അവന്റെ പ്രൊഫൈലിന്റെ അകത്തും അവന്റെ. അപ്പൊ ചേച്ചി ചെയ്യുന്ന എന്തുവാ? ഞാൻ ഈ വിഷയം 2-3 ദിവസമായിട്ട് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു വിഷയം പറയണ്ടെന്ന് വെച്ചിട്ടാണ്. ചേച്ചി ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പന്നി പെറുന്നത് പോലെ ആണ് പെറുന്നത്, പെറ്റുകൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഒരു ലോങ് വീഡിയോ ആണ്. അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാന്ന് വെച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. തൽക്കാലം ഈ തെറിവിളിയോടുകൂടി നമുക്കിതങ്ങ് തുടങ്ങാം. ശുഭമംഗളസ്യ എന്ന് വെച്ചാൽ അത് തന്നെ. നമ്മൾ ഇന്ന് മുതൽ റീന ചേച്ചി അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. റീന ചേച്ചി അങ്ങനെ തികഞ്ഞു നിൽക്കുകയാണ്. പ്രശ്നം നിങ്ങൾക്കാർക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. റീന ചേച്ചിയുടെ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. റീന ചേച്ചി പണ്ടം കണ്ട് ഏതോ ഒരു ഇസ്ലാമിക രാജ്യത്ത് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഇപ്പം അവിടെ കിട്ടിയിരിക്കുന്ന ജോലി ഛർദിൽ വാരലാണ്.
ചേച്ചി ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ ഏതോ ഒരുത്തൻ, നമ്മുടെ ജാസി ആശി ലെവലിലുള്ള ഒരുത്തൻ ഈ പെണ്ണുമ്പിളയെ പിടിച്ച് വെച്ചിട്ട് ബാക്ക് വിശാലമാക്കി കൊടുത്തു. അതെന്തിനിപ്പോൾ ചെയ്തു കൊടുത്തു എന്ന് അറിയത്തില്ല. അന്ന് തൊട്ട് ചേച്ചിക്ക് ഇളകിയതാണ്. ചേച്ചി നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ കണ്ട് ഇവരുടെ ടൈം ലൈനിൽ ഇവർ ലൈവ് ഇടുമ്പോൾ കമൻസിൽ വന്ന് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘികൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. ചേച്ചി അവിടെ എന്നെ കുരയ്ക്കൂ, ചേച്ചി ഇന്ത്യ വന്ന മിണ്ടൂല, ചേച്ചി ഒളിച്ച് കിടക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ വന്ന് വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വീട്ടിൽ കയറി 2 പൊട്ടിക്കും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നോക്കിയിരിക്കുകയാണ് കൊതറാണി ചേച്ചിയ, ഞാൻ നോക്കിയിരിക്കുകയാണ് ചേച്ചിയ, അതിൽ തർക്കമേ ഇല്ല. ഇനി നമുക്ക് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനെ പറ്റി പറയാം. ഒരു വീഡിയോ, നീ കാണാനിടയായ ഒരു വീഡിയോ, അത് ഞാനിവിടെ ഒന്ന് വെക്കുന്നു. They're targeting a hospital. In this hospital, there are patients who are immobile. They can't even move. Right next to it is a children's ward, a baby's ward. You attacked every hospital in Gaza. You held an illegal siege on the Al Nasser hospital in Gaza, and your army at gunpoint forced the staff to abandon their patients, including 9 NICU children who were attached to machines that wouldn't even work because you prevented electricity and power from going into that hospital. Those children were left to die on their own. They starved to death. Dogs ate their bodies. When they went back, they found that insects had infested their corpses. And now you want to appeal to the humanity in people? I want to appeal to the humanitarian law that you dismissed when you held illegal sieges across every single hospital in Gaza, forcing thousands of people to die unnecessarily, to starve to death, to bleed to death, to go through surgery without anesthesia because you prevented aid from getting to them. When innocent mothers and children sought refuge inside and outside these hospitals, you bombed them. There are craters outside these hospitals where your bombs have left their mark. There are scorch marks in tents outside hospitals where you burnt men alive. Do you think that you can appeal to the goodness in us? That our humanity will sympathize with you and your people after you celebrated and rejoice in your own superiority for targeting defenseless women, defenseless children, defenseless men. The blood of every Palestinian, Israeli and Iranian is on your shoulders. Fuck your hospital. മിസ്റ്റർ നെതന്യാഹു കംപ്ലൈന്റ് പറയുന്നതാണ്. എന്താ കംപ്ലൈന്റ് എന്നറിയാമോ? നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് അവർ ബാമ്പിട്ടത്. ആണോ? എന്താല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 വിഭാഗങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് ഞങ്ങളെപ്പോലുള്ള കുറേ പെണ്ണുങ്ങൾക്കാണ്. ഈ യുദ്ധം ഏറ്റവും കൂടുതൽ നൊമ്പരം കൊടുക്കുന്നത് പെണ്ണുങ്ങൾക്കാണ്. ഒന്നുകിൽ അവരെ ഭർത്താവ് നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ഇവറ്റുകൾ ഞങ്ങളെ കൊണ്ടുപോയി വേണ്ട വേല ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലും. എന്തുകൊണ്ടും വേദന ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക സ്ത്രീകൾ തന്നെയായിരിക്കും. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കോട്ടി പിടിച്ചപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചതായിരുന്നു, വേണ്ട, ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കോട്ടി ഉണ്ടായി കഴിഞ്ഞാൽ യുദ്ധം എന്താണെന്ന് യുദ്ധഭൂമിയിൽ ജീവിക്കുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാകും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ശണ്ടകൾ പറഞ്ഞു തീർക്കാൻ ഇവിടെ സംഘടനകളുണ്ടായി. ഐ മീൻ ലോകാരോഗ്യ സംഘടനകളുണ്ട്, അല്ലാതെ തന്നെ ഐക്യരാഷ്ട്രസഭയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് അവിടെ ഒന്നും തീരാതെ ഈ പ്രശ്നം വഷളായതിൻ്റെ കാരണം നെതന്യാഹു തനിയെ നിന്നുകൊണ്ട് വെട്ടികയറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഏകദേശം പാലസ്തീൻ മൊത്തം അവർ കവർ ചെയ്തു. ഇനി വിട്ടുവെച്ചാൽ ഇവർ മറ്റു രാഷ്ട്രത്തിലേക്ക് കയറുമെന്നുള്ള പൂർണ്ണ ബോധ്യം കൊണ്ടാണ് ബാക്കിയുള്ളവർ ഇളകിയത്. മുമ്പ് ഈ ഇറാൻ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞതായി. അന്ന് ഇവർ ഇത്രയും വിഷമാണെന്ന് അവർ ധരിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. അന്ന് ഇവരുടെ ധാരണ ഇവരുടെ ശത്രുക്കളായ ക്രിസ്ത്യാനികളെയാണല്ലോ അവരടിക്കുന്നത്. 2 പേർക്കും ഒരു ശത്രുവാണ്, പൊതുശത്രു. അതാരാ? അത് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവരെ അടിക്കുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനമായിരുന്നു അവർക്ക്. അവസാനം ആ ശത്രു തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇവർക്കിട്ട് പണിത് കൊടുത്തു എന്നുള്ളതാണ്. ഈ ലോക പോലീസിങ് ചമയുന്ന പരിപാടി നമ്മൾ അമേരിക്ക അങ്ങ് നിർത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മോദിയെ പോലെ ഒരാളാണ് അങ്ങേരും. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഇതിനകത്ത് ഇല്ലെങ്കിൽ പോലും. ഈ പെണ്ണും ഇനി വേറൊരു ടീമുണ്ട്, അവളും ഇവളെയും കൂടെ എടുത്തു വെച്ച് അവളുടെയും ഇവളുടെയും ഒക്കെ ടൈം ലൈനിൽ നിന്ന് കിട്ടുന്നതൊക്കെ എടുത്ത് വെച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ഒരു കാമറാണി കിടന്നങ്ങ് തകർത്ത് അറുമാതിക്കുന്നുണ്ട്. അയ്യോടി, നിനക്ക് സ്വന്തമായിട്ടൊരു വാഴത്തോടും ഇല്ലെന്ന് മനസ്സിലായി. എന്തായാലും നിന്റെ ടീച്ചർ എടുത്ത് ഞങ്ങൾ കളഞ്ഞ സ്ഥിതിക്ക് നീ അവിടെ ഇരുന്നുകൊണ്ട് കൊണാണാണെന്ന് പറയാനേ പറ്റുള്ളൂ. ഏകദേശം ഇവരുടെ 2 പേരുടെയും വീഡിയോ എടുത്ത് വെച്ചിട്ട് അങ്ങ് നിറഞ്ഞു പറയുകയാണ്. വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് അതിഭീകരമായ ആക്രമണമാണ്. പലരും പറയുന്നു AI ക്രിയേറ്റഡ് ആണ്. AI ക്രിയേറ്റഡ് ആകട്ടെ, എന്തോ ആകട്ടെ, വലിപ്പം ചെറുപ്പമില്ലാണ്ട് 2 വിഭാഗവും മരിച്ചു നിന്ന് അടിക്കും എന്നുള്ള തർക്കം വേണ്ട. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ട കുറേയധികം വീഡിയോസിൽ ജെട്ടിയോടെ ഇറങ്ങി ബങ്കറുകളിലേക്ക് ഓടുന്ന ആളാണ്. ബങ്കറുകൾ നിറഞ്ഞു നിൽക്കുകയാണ്, എല്ലാവരും ബങ്കറുകളിൽ പോയിരുന്നാണ് ഒളിച്ചിരിക്കുന്നത്. ഇവൾ ഉൾപ്പെടെ അവിടെ പോയാണ് ഒളിച്ചിരിക്കുന്നത്. പക്ഷേ വിട്ടുകൊടുത്ത നാണക്കേടല്ലേ, പിന്നെ ലൈവിൽ കിടന്ന് അർമാദിക്കാൻ ഒക്കത്തില്ല. ഇവളും അതെ, മറ്റവളും അതെ. ഇവർ 2 പേരും അവിടെ പോയിരിക്കുന്ന എന്തൊരാ ഭയങ്കര സംഭവത്തിൽ 2 പോയിരിക്കുന്നത് എച്ചില് വരാനും ഛർദിൽ തുടയ്ക്കാനുമാണ്. പക്ഷേ ഭാവവും രീതിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തോ വേറെന്തോ സംഭവത്തിന് അവിടെ പോയിരുന്നു.
ഞാൻ അന്വേഷിച്ചിടത്തോളം ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ആണിനും പെണ്ണും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജോലി കിട്ടുന്നത് ഈ 2 സെക്ഷനിലേക്കാണ്. ഏത്? ഛർദിൽ വാരാനും കൊതം തുടയ്ക്കാനുമാണ്. ഇങ്ങനെ ആളുകളുടെ കൊതം തുടച്ചാണ്, അപ്പിയിട്ട കൊതം തുടച്ചാണ് ഇവർക്ക് ഈ കൊതം റാണി, ഈ കൊതത്തിന്റെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അവളിങ്ങനെ തുടച്ചിടത്തൊക്കെ എവിടെയോ വിള്ളലും മിണ്ടുകീറലും ഒക്കെ കണ്ടപ്പം അവൾ തന്നെ അസ്യൂം ചെയ്തതാണ് ഇത് തന്നെയാണ് പരിപാടി. വേറൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇനിയൊരു ദിവസം എടുത്ത് ചെറിയായിട്ട് ചെയ്യാം. ഈ അമ്മാതിരി എന്തൊക്കെ വർത്തനങ്ങൾ അതിനകത്ത് പറയണേന്ന് അറിയാമോ? വാസ്തവത്തിൽ ഇവളുടെ പ്രശ്നം അതാണ്. ഇനി ഇവൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊന്ന് കേട്ടാലോ. എനിക്ക് കൂട്ടോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇസ്രായേലിൽ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ആരും തന്നെ ഇല്ല. ആകെ ഞാൻ ഇസ്രായേലിൽ സംസാരിക്കുന്നത് യഹൂദന്മാരോട് മാത്രമാണ്. അല്ലാതെ മലയാളികളോട് ഞാൻ സംസാരിക്കാറില്ല, അല്ലാതെയുള്ള മറ്റു മനുഷ്യരോട് സംസാരിക്കാറില്ല. എന്റെ കൂട്ടുകെട്ടും എന്റെ സഹവാസവും യഹൂദന്മാരോട് കൂടെ മാത്രം തന്നെയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും പലയിടങ്ങളിലും ഈ ലൈവ് സെഷൻ നടത്തുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോണം. എനിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഒറ്റയ്ക്കായി പോകുന്നു എന്നൊരു തോന്നൽ വരുമ്പോൾ ലൈവിൽ വന്നിരിക്കും. അപ്പം നമ്മൾ കുറേ പേര് വന്ന് കമന്റ്സ് ഇടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നും. ഒറ്റപ്പെടൽ അതിഭീകരമാകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ് ഈ ലൈവ് അധികം ചെയ്യുന്നവരെ ഉറപ്പിച്ചോ അവർ തനിച്ച, അവർക്ക് നല്ല കൂട്ടുകെട്ടോ ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ലൈവ് വിട്ടുകൊണ്ട് നടക്കുന്നത്. ഏകദേശം കൊതറാണി ആ ലെവലിലാണ്. കൊതറാണിയുടെ വിചാരം ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കൊണ്ട് ഇവിടെയുള്ളവരെന്തോ പുകഴ്ത്തുവന്നു. ഇന്ത്യൻസ് പുകഴ്ത്തി എന്നതുകൊണ്ട് ഇസ്രായേൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇസ്രായേലി ജനതയെ ഈ യുദ്ധമുഖത്ത് ഇട്ടുകൊടുത്തുകൊണ്ട് ഒളിച്ചോടിയ വ്യക്തിയാണ് നെതന്യാഹു. അവസാനം തിരിച്ചവിടേക്ക് വരേണ്ടി വന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുമ്പോൾ സിവിലിയൻസിന് അപകടം വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും യുദ്ധനീതിക്ക് അഗൻസ്റ്റ് ആണ്. സിവിലിയൻസിനെ കൊല്ലാതിരിക്കുക എന്നുള്ളത് ഒരു ധാർമ്മികതയാണ്. ഈ പല രാജ്യങ്ങളിലെയും യുദ്ധങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരസ്പരം സൈന്യങ്ങൾ തമ്മിലാണ് യുദ്ധം നടത്തുക. പക്ഷേ ഈ നെതന്യാഹു ആണ് ഇതെല്ലാവരെയും പഠിപ്പിച്ചു കൊടുത്തത്. ഇസ്രായേലുകാരാണ് ഈ സിവിലിയൻസിനെ കൊല്ലാനുള്ള പരിപാടി പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് അവിടെ ഭീകരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പറയുന്നത് പോലെയും ഇയാൾ കരയുന്നത് പോലെയും ഇയാളുടെ അതേ ഹോസ്പിറ്റൽ പൊളിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ കിടന്ന് മോങ്ങുമ്പോൾ മറ്റൊരു പെണ്ണിരുന്ന് കഥ പറഞ്ഞത് കണ്ടോ? അത് കഥയല്ല, അത് യാഥാർത്ഥ്യമാണ്. അവൾ പറഞ്ഞതാണ് സത്യം. ഇയാൾ പൊളിച്ചപ്പോൾ നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരുന്നില്ലേ? വിഷമിച്ചില്ലേ? ആദിയിൽ എന്ത് ചെയ്യുമെന്ന് അന്തം വിട്ടില്ലേ? ഹോസ്പിറ്റല്, അതായത് മുറിവേറ്റവരെ ആക്രമിക്കരുതെന്നാണ്. ആയുധമില്ലാത്തവനെ ആക്രമിക്കരുതെന്നുള്ളത് ക്ഷത്രിയ രീതിയാണ്. അല്ലെങ്കിലും മാന്യതയുള്ളവൻ ആയുധമില്ലാത്തവനെ വെട്ടാനും കുത്താനും പോകത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അവരെ ബന്ദിയാക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വെട്ടയും കുത്തയും ചെയ്യാൻ പോകത്തില്ല. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം ആൾക്കാർ ഒറ്റപ്പെട്ട് അവർ ഓടിയെത്തിയത് ഹോസ്പിറ്റലിലാണ്. ഉടനെ ഹോസ്പിറ്റലിലേക്ക് ബോംബിട്ട ഇയാൾ ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ ബോംബ് വീണെന്ന് മോങ്ങണുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൊതറാണി പറയുന്നത് അവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. കൊതറാണിക്ക് അങ്ങനെയാ തോന്നിയത്, കൊതറാണിക്ക് അങ്ങനെയാ മനസ്സിലായതെന്നാണ് ഇവർ പറയുന്ന തെറി. സത്യം പറഞ്ഞാൽ ഇവർ ഇരന്ന് വാങ്ങിക്കുന്നതാണ്. ലൈവ് സെക്ഷനിൽ പോയിരിക്കുമ്പോൾ പല രീതിയിലുള്ള തെറി കമന്റ്സ് വരും. സിയാസൂഷൻ ഞാനും അത് ഒരുപാട് അനുഭവിച്ചത്. ലൈവ് സെക്ഷനിൽ പർപ്പസ്ലി പോയി ആരൊക്കെയോ കമന്റ് ഇടുന്നുണ്ട് ഇവരെ വായിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലൈവ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇവരുന്ന് ലൈവ് ചെയ്യാറുണ്ട്. മുഴുനീളെ എന്തൊക്കെയോ ആനക്കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. ഇവർ പറഞ്ഞ ആനക്കാര്യങ്ങളൊന്ന് റെഫർ ചെയ്യണമെന്ന് നമ്മൾ പോയി അന്വേഷിക്കാൻ വട്ടപൂജ, മൊത്തം നുണകളാ, എന്തൊക്കെയോ അങ്ങ് പറയുകയാണ്. സത്യത്തിൽ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ മാനസികമായിട്ട്. ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ് അവർ ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരിടയ്ക്ക് ക്രിസ്ത്യാനിയെ തെറി വിളിക്കുന്നേക്കാം, ഇടയ്ക്ക് US തെറി വിളിക്കുന്നേക്കാം. ഇതേപോലെ തന്നെ ഇപ്പം ഒരു വീഡിയോ ഇട്ടതിനകത്ത് പറയുന്നുണ്ട് അവരും പട്ടിയും പൂച്ചയും വളർത്തി കിടക്കുകയാണ്, മനുഷ്യരല്ല എന്ന് വേണ്ട. ഈ സ്ത്രീക്ക് തലയ്ക്ക് സ്ഥിരതയില്ല എന്നുള്ളതാണ്. അപ്പം ഇത് റിയാക്ട് ചെയ്യാൻ കൊണ്ടുവന്ന് തന്നവരോട് പറയുന്നത്, തലയ്ക്ക് സുഖമില്ലാത്തൊരു സ്ത്രീയെ എടുത്തു വെച്ച് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ എടുത്ത് വെച്ച് കാണും, അത് തർക്കമൊന്നുമില്ല. അവൾ കാണുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് പല രീതിയിലുള്ള കമന്റ്സ് പലയിടങ്ങളിൽ നിന്ന് വരുന്നു. എന്തായാലും സംഘികൾക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു കൊതറാണി ചേച്ചിയും വേറൊരു മലൻറാണി ചേച്ചിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും പോസ്റ്ററുകൾ അവിടെ എടുത്തു വെച്ചിട്ട് ഭയങ്കരമായിട്ട് സൂപ്പർ ഡൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. സൂപ്പറുകാരും ഡൂപ്പറുകാരും അറിയാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുന്നതാണ് ലോക ജനതയ്ക്ക് നല്ലത്. കാരണം ഒരാളെ സപ്പോർട്ട് ചെയ്യും, മറ്റയാളെ സപ്പോർട്ട് ചെയ്യും, ആകെ പ്രശ്നമാണ്, കലുഷിതമാണ്. ഇന്ത്യ മിണ്ടാതിരുന്നാൽ ഇന്ത്യക്ക് നല്ലത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടും. മുമ്പ് ഇന്ദിരാഗാന്ധിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഭയങ്കര സ്ട്രെങ്തൻ ആയിരുന്നു, അത്രയും പവർഫുൾ ആയിരുന്നു. ഇന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 56 ഇഞ്ചിൻ്റെ ഒരു നെഞ്ച് വളവ് ഇവിടെ പറയുന്നുണ്ട്, അതല്ലാതെ വേറെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യുദ്ധം വന്നു കഴിഞ്ഞാൽ കെണിയെന്നുള്ളതിൽ തർക്കിക്കേണ്ട, കെണി തന്നെയാണ്. സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രത്യേകതര യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യുദ്ധനീതിയൊന്നും ഇല്ലാതെ നീതി നിഷേധങ്ങൾ മാത്രം നടക്കുന്ന യുദ്ധമാണ് ഇവർ നയിക്കുന്ന യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ. അപ്പോൾ അവരെ കൂടെ നിൽക്കുന്നവർക്ക് അപ്പുറത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് അതേ നാണയത്തിൽ മറുപടി കിട്ടും. ഇപ്പോൾ നെതന്യാഹു കിടന്ന് മോങ്ങുന്നത് എന്തിനാണ്? ഇതേ സാധനം തന്നെയല്ലേ അയാൾ പാലസ്തീനിട്ട് ചെയ്തത്. അന്ന് അവർക്ക് വേണ്ടി ആരും കരയാനുണ്ടായിരുന്നില്ലല്ലോ. അറബ് രാജ്യങ്ങൾ ഒന്നിക്കുമെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ആരോ പറഞ്ഞൊരു വോയിസ് ആണ്, അതിനകത്ത് തർക്കബുദ്ധിയോട് പറയുന്നുണ്ട്, ഷിയ സുന്നി ലഹളകളല്ലേ, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് അടികൂടുകയല്ലേ ചെയ്യുന്നതെന്ന്. തെറ്റായ ഒരു ധാരണയാണ്. യഥാർത്ഥത്തിലുള്ള ഇറാനെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഷിയയോ സുന്നിയോ ഇനി വേറെ എന്തെങ്കിലും ബുഹാരിയോ എന്ത് തന്നെയായാലും അവരൊറ്റക്കെട്ട. ആ യൂണിറ്റ് ബീറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാകാത്തവരാണ് മന്ദബുദ്ധികൾ. എന്തായാലും മതം മാറ്റൽ എന്ന ഒരു പ്രക്രിയ കൊണ്ട് അവർ നിൽക്കാത്തത് കൊണ്ടാണ് ഇന്നും ലോകത്തെവിടെയും അത്ര രീതിയിൽ ഇത് പടർന്നു വന്നിരിക്കാത്തത്.
ഇഷ്ടം കൊണ്ട് അതിലേക്ക് വരുന്നവരേ ഉള്ളൂ. മതം നിർബന്ധമായി മാറ്റപ്പെട്ട് അതിനകത്ത് വരുന്നില്ല. അങ്ങനെ മാറ്റിക്കൊണ്ടുവരുന്നതാണ് കൊതർ റാണിയുടെ ടീമുകൾ. അവർക്ക് അങ്ങനെയാണ് മതം അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോകണമെന്ന്. ആ മതം മാറ്റൽ, ആ പ്രക്രിയ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരടുത്ത കളരി കാണിക്കുന്നത്. എങ്ങനെ ഒരു ശത്രുവിനെ അവിടെ അങ്ങ് നിർമ്മിച്ചു വെക്കുകയാണ്. ആ ശത്രുവാണ് ഇസ്ലാം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീക്ക് തന്നെ ക്രിസ്ത്യാനികളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അതേപോലെ തന്നെ ജൂതന്മാരെയും പറയുന്നുണ്ട്, സർവത്ര പേരെയും പറയുന്നുണ്ട്. ഇത് ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത്. ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് കൊതം കഴുകൽ പരിപാടിയായ ഒരു സ്ത്രീക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും? കൊതർ റാണിയുടെ സ്ഥിര പരിപാടി ഇതാണ്. കൊതത്തിനെ പറ്റി മാത്രം പറച്ചിലാണ്. കൊത ഒരു കുഴപ്പമുള്ള സാധനമാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഈ ഇടയ്ക്കാണ്ട് ആർജ അഞ്ജലി പറഞ്ഞതിന് എല്ലാവരും ആ പെണ്ണ തലേക്ക് കയറി. അവിടെ കൊതത്തിന് പകരം ഗുണ്ടി എന്ന് പറഞ്ഞതാണ് കുഴപ്പമായത്. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ അത് അവൾ പറയുമ്പോൾ കുഴപ്പമില്ല, ഇവള് പറയുമ്പോൾ കുഴപ്പമെന്ന് പറയുന്നത് ന്യായമില്ലാത്തൊരു കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ ഞാൻ കൊതർ റാണിക്കൊപ്പമാണ്. എന്തിനാണ് അവിടെയൊക്കെ പോയി അവളൊക്കെ തെറി വിളിക്കുന്നത്? നിനക്കൊന്നും വേറെ പണിയില്ലേ? പോയി ഇരന്ന് വാങ്ങിക്കുന്നില്ലേ? അപ്പോൾ നിനക്കൊക്കെ രണ്ട് കിട്ടട്ടെ എന്നാണ്. കൊതർ റാണിയുടെ മറ്റൊരു വീഡിയോ ഉണ്ട്, അത് വരും ദിവസങ്ങളിൽ ഞാനൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണ് എന്നുള്ളത് കമൻറ്റിൽ പറയുക. എനിക്ക് കുറേ അധികം പേര് കുറേ വീഡിയോ കൊണ്ട് ചേച്ചി ഇതൊന്ന് റിയാക്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്കിത് കാണുമ്പോൾ ചിരിയാണ് വരാറ്. ഞാൻ ഇതിനകത്ത് എന്ത് റിയാക്ട് ചെയ്യാനാണ്? അവൾക്ക് ശുദ്ധ ഭ്രാന്താണ്. അവൾ പറയുന്ന പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് വെച്ച് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് സോ അൺഫോർച്യൂണേറ്റ്. അത് അവൾ പറയുന്നതൊക്കെ നുണയാണ്. തലയും വാലുമില്ല എന്തൊക്കെ പറയുന്നത്. പണ്ട് ഇറാനും ഇസ്രായേലും ഒന്നിച്ചാന്നുണ്ടായിരുന്ന, അവരത്രയും സ്നേഹത്തിലുണ്ടായിരുന്ന രാജ്യക്കാരാണ്. അവർക്കിപ്പം ഈ പ്രശ്നം വന്നത് പാലസ്തീനെ അവർ ആക്രമിക്കുന്നുണ്ടാണ്. അത് ഇറാന് മാത്രമല്ല വിഷമം, ലോകരാജ്യം ഒന്നടങ്കം അത് അപലപിക്കുന്നുണ്ട്. ഇന്ത്യ ഒരിക്കൽ, ബാക്കി എല്ലാവർക്കും ദേഷ്യമാണ്. ഇന്ത്യയുടെ കൂടെ വലിയ സർവ്വസമ്മതനായി നിൽക്കുന്ന അമേരിക്ക എന്ന് വിചാരിക്കല്ലേ? അമേരിക്ക ഇന്ത്യ ഇൻസൾട്ട് ചെയ്ത കണക്ക്, പ്രത്യേകിച്ചും മോദി ഇൻസൾട്ട് ചെയ്ത കണക്ക് വേറെ ആരും ഇൻസൾട്ട് ചെയ്തിട്ടുമില്ല. അതൊക്കെ നമ്മൾ കണ്ടത് തന്നെ. ഈ ഒരു യുദ്ധത്തിനെ പറ്റി കൂടുതൽ സംസാരിക്കാതെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഏത് രാജ്യത്തായിരുന്നാലും യുദ്ധം വരികയാണെങ്കിൽ അത് ഒഴിവാക്കാൻ നയതന്ത്ര ആൾക്കാർ തമ്മിൽ ഇരുന്നു കൊണ്ട് അവർ സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇപ്പോഴത്തെ യുദ്ധനീതി, പ്രത്യേകിച്ച് ഇവറ്റകളുടെ യുദ്ധനീതി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സിവിലിയൻസിനെ അവർ അറ്റാക്ക്. ഓർത്ത് നോക്കൂ, നമ്മുടെയൊക്കെ നാട്ടിൽ വന്ന ഒരു ബോംബൊക്കെ വീഴുന്ന അവസ്ഥ, നമ്മളൊക്കെ ഇറങ്ങി ഓടുന്ന അവസ്ഥ, ആഹാരം കഴിക്കാനില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വെളിയിൽ ഇറങ്ങിയ തലയിൽ ബോംബ് വീഴുമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യരെ നോക്കി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിയൊക്കെ കൂടാം. അത് ഒരു പരിധി വരെ. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നല്ലതാണ്. അഭിപ്രായങ്ങൾ വ്യത്യാസം വരികയും അഭിപ്രായങ്ങൾ വ്യത്യാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന ജനാധിപത്യം ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഊന്നി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പരസ്പരം എല്ലാവർക്കും എല്ലാം ഒരുപോലെ തോന്നി അത് ഏകാധിപത്യ വിശ്വാസമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. അത് യുദ്ധത്തിലേക്ക് പോകരുത്. പരസ്പരം വാളെടുക്കുന്നത് രണ്ടിൽ ഒരാൾ ചാവാനല്ല, രണ്ടും ചാവാനാണ്. അത് മനസ്സിലാക്കുക. വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഈ ഒരു യുദ്ധത്തിന്, യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിന് ഞാൻ എതിരാണ്. അതുപോലെ തന്നെ മണിപ്പൂരിലെ അവസ്ഥ, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പം മനസ്സിലാവും എത്ര ഭീകരമാണെന്ന്. അവിടെ കലാപമാണ് നടന്നത്. എന്നിട്ട് പോലും അവിടുത്തെ അവസ്ഥയൊന്ന് അന്വേഷിച്ച് നോക്കൂ. സ്വസ്ഥത തീരെ ഉണ്ടാവത്തില്ല. കലാപം നടത്തുന്നവന്മാരെ കണ്ടില്ലേ? ഇതോ ശരീരം നടന്ന് അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കൊതർ റാണിയുടെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടുക. ആസ് ഞാനത് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ.